അപ്പോൾ ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബീസ് വാക്സ് ആണ്. ബീസ് വാക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബീസ് വാക്സ് എന്ന് പറയുന്നത് തേനീച്ചകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഴുകാണ്. അവർക്ക് കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തേനീച്ച കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് മെഴുകാണ് ഈ ബീസ് വാക്സ് എന്ന് പറയുന്നത്. ബീസ് വാക്സിന് ഒരുപാട് ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഉണ്ടാക്കാനും മോയ്സ്ചറൈസർ ഉണ്ടാക്കാനും ഒക്കെ ബീസ് വാക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബീസ് വാക്സ് മെഴുകുതിരി ഉണ്ടാക്കാൻ, അതുപോലെ ഫർണിച്ചറൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനും ഈ ബീസ് വാക്സ് ഒക്കെ യൂസ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ബീസ് വാക്സിന്. അപ്പോൾ ഞാനിത് വാങ്ങിയത് ഓൺലൈനായിട്ടാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് അവിടെ ഉണ്ട്. നമുക്കിനി ബീസ് വാക്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡബിൾ ബോയിലിംഗ് പ്രോസസ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ബീസ് വാക്സ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീസ് വാക്സ് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബൗളിലാക്കിയിട്ട് ഇറക്കി വെക്കാം. പക്ഷേ ഞാനിങ്ങനെയാണ് ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഇത്തിരി സമയം എടുക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബീസ് വാക്സ് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അങ്ങനെ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ബീസ് വാക്സ് മെൽറ്റ് ആവാനായിട്ട് ഒരുപാട് ടൈം എടുത്തെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ തിരിച്ച് സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേഗം തന്നെ ഓയിൽ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിലിനേക്കാളും കുറച്ചും കൂടിയും എനിക്കിഷ്ടം ആൽമണ്ട് ഓയിലാണ്. ലിപ്സിനായതുകൊണ്ട് ആൽമണ്ട് ഓയിലാണ് കോക്കനട്ട് ഓയിലിനേക്കാളും കുറച്ചും കൂടിയും ബെറ്റർ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് 2 കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ റബ്ബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓയിൽ ഫുള്ളായിട്ട് അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ പറ്റും. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബീസ് വാക്സ് തിരിച്ച് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴയ ലിപ് ബാമിൻ്റെ ഒരു കണ്ടെയ്നറാണ്. ഇന്ന് ഞാൻ ശരിക്കും 2 ലിപ് ബാം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഒന്ന് കളറില്ലാത്തതും പിന്നെ കളറുള്ളതും. അപ്പോൾ ഇതിപ്പോൾ കളറില്ലാത്തതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലിപ് കെയർ റുട്ടീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ. അതിൽ ലാസ്റ്റ് ഞാനൊരു ലിപ് ബാം ഉണ്ടാക്കുന്ന വിധം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ടൈപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ചോദിച്ചു, പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ, ബാഗിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം ചെയ്ത് കാണിക്കുമെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴും കൊണ്ടുപോകാം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അപ്ലൈ ചെയ്യാം. കെമിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ലിപ് ബാം ഞാൻ ആ കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് മതി നമുക്കിതൊന്ന് സെറ്റായിട്ട് എടുക്കാം. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കും. ഇനി പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചാൽ മതി. രണ്ടാമത്തെ ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ആദ്യത്തെ ലിപ് ബാമിൻ്റെ മിക്സ് ഇല്ലേ, അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ലിപ് ബാം ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ ലിപ് ബാം, അതായത് കളറുള്ള ലിപ് ബാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കളറ് ഞാൻ ആഡ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഫുഡ് കളറാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പീസ് ആഡ് ചെയ്യാം. പക്ഷേ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിപ് ബാം 100% പ്യുവർ ആൻഡ് കെമിക്കൽ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. കാരണം ലിപ്സ്റ്റിക്കിലൊക്കെ അറിയാലോ ഒത്തിരി പാരബൻ, സൾഫേറ്റ് ഒക്കെ പോലത്തെ കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 100% പ്യുവർ ലിപ് ബാം ആണ്. അപ്പോൾ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഫുഡിൽ എന്തായാലും കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല, നമ്മളെന്തായാലും കഴിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറാണോ ഇഷ്ടം അത് ആഡ് ചെയ്യാം. നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പൗഡർ ആഡ് ചെയ്യാം. ഈ ലിപ് ബാം നമുക്ക് ഡെയിലി യൂസിനൊക്കെ ബെസ്റ്റാണ്. ഓഫീസിലേക്കോ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോകുമ്പോൾ ലിപ്സിനൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ് ഈ ലിപ് ബാം. ഇനി ഞാൻ ഒരു പഴയ ലിപ് ബാമിൻ്റെ കണ്ടെയ്നറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് മാറ്റാണ്. ഇതും സെറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം വേണം. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കും. റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് സെറ്റായിട്ട് കിട്ടും.
നമ്മുടെ ആദ്യത്തെ ലിപ് ബാം ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും. നമുക്കതപ്പോൾ എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ കളറൊന്നും ഇല്ലാത്ത ലിപ് ബാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലിപ് ബാം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഡെയിലി യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം, കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ ലിപ്സ്റ്റിക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ആദ്യം നമുക്ക് ഈ ലിപ് ബാം അപ്ലൈ ചെയ്യാം, എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം. നമ്മളുടെ രണ്ടാമത്തെ ലിപ് ബാമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഒരു ഭയങ്കര ഡാർക്ക് കളറായിരുന്നു, പക്ഷേ ഇത് സെറ്റായി വന്നപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ ലിപ് ബാം 1 വർഷം വരെയൊക്കെ കേടാവാതെ അങ്ങനെ തന്നെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.